മുഹറം 9 അപ്പൊ ഇന്ന് രാത്രി ഇന്ന് മഗ്‌രിബിന് നോമ്പ് തുറക്കുമ്പോ കഴിക്കാൻ ഒരു സ്പെഷ്യൽ സ്നാക്ക് ഉണ്ടാക്കാൻ പോണേ. അപ്പൊ നമ്മളുടെ സ്നാക്കിന്റെ പേര് എന്താണ്? ചീസ് കട്ട്ലറ്റ്. ഓക്കെ, അപ്പൊ വളരെ സിമ്പിൾ ആയിട്ടാണ് നമ്മളിത് ഉണ്ടാക്കാൻ പോണത്. സിമ്പിൾ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പൊ ഞാൻ ഇപ്പോ ചിക്കൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഓക്കെ, വേവിക്കാനുള്ള അത്യാവശ്യം വെള്ളത്തിലോട്ട് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഉപ്പുമാണ് നമ്മൾ ചേർത്തേക്കുന്നത്. ഓക്കെ, ഇത് നമുക്കിനി ഒന്ന് വേവിക്കാം കേട്ടോ. അടച്ചു വെച്ചിട്ട് നമുക്കിനി ഒന്ന് വെയിറ്റ് ആക്കാം കേട്ടോ. നല്ലോണം പതയൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കിനി വെള്ളം ഒന്ന് വറ്റണ വരെ വെയിറ്റ് ചെയ്യാം. ഉമ്മി അതിന്റെ ഇടയിൽ രാത്രി കഴിക്കാനുള്ള ചിക്കൻ കറി ഉണ്ടാക്കണ്ട്. അപ്പൊ നമുക്ക് കട്ട്ലറ്റിന്റെ പണി നോക്കാം. ഓക്കെ, അപ്പൊ ചിക്കൻ വേവണ ടൈം കൊണ്ട് നമുക്ക് പൊട്ടറ്റോ വേവിക്കാം. ഓക്കെ, ഇതാണ് നമ്മളുടെ കുക്കർ. ഇത്തിരി ഉപ്പും കൂടി ഇട്ട് നമ്മള് ഈ പൊട്ടറ്റോ വേവിക്കാൻ വെക്കാൻ പോണാണ്. അങ്ങനെ നമ്മളിത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മളിനി 3 പച്ചമുളക് അരിയാൻ പോണേ. ഓക്കെ, സവാള നമ്മളിവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പൊ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ നമ്മൾ പേസ്റ്റ് ആക്കിയതാണ് ഇത്. ഇനി നമുക്ക് കറിവേപ്പില അരിഞ്ഞെടുക്കാം. നമ്മുടെ ചിക്കൻ ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പൊ നമ്മളുടെ പൊട്ടറ്റോ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് സ്മാഷ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കട്ട്ലറ്റിന്റെ മിക്സ് എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. എണ്ണ ഒന്ന് ചൂടായതിനു ശേഷം നമുക്ക് നമ്മളുടെ ഐറ്റംസ് ഒക്കെ ഇട്ട് തുടങ്ങാം. ഇതിന്റെ പച്ച മണമൊക്കെ ഒന്ന് മാറണേ, അതിനു വേണ്ടിയാണ് നമ്മളിങ്ങനെ മിക്സ് ചെയ്യുന്നത്. നമുക്ക് സവാള ആഡ് ചെയ്യാം. ഇനി സവാളയ്ക്ക് ഒരു ബ്രൗൺ കളർ ആവണം, ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവണം വരെ നമ്മൾ എന്ത് ചെയ്യണം? സോട്ട് ചെയ്യണം. നമ്മളുടെ മിക്സ് ഇപ്പോൾ ഏകദേശം ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി അതിലോട്ട് 1 ടീസ്പൂൺ ഗരം മസാലയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പ് ഇടാം. ഓക്കെ, ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ചിക്കൻ ആഡ് ചെയ്യാം. നമുക്ക് സ്മാഷ്ഡ് പൊട്ടറ്റോ ആഡ് ചെയ്യാം. അപ്പൊ നമ്മളുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി എന്ത് ചെയ്യാം? ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പൊ ഈ മിക്സ് ഒന്ന് ചൂടാറിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അതിലേക്ക് ചീസ് ആഡ് ചെയ്യാം. ഓക്കെ, നമ്മളുടെ മിക്സ് ഇവിടെ ചൂടക്കാറി ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ചീസ് എങ്ങനെയാണ് ആഡ് ചെയ്യണം നോക്കാം. അപ്പൊ ഞാൻ എടുത്തിരിക്കുന്നത് മൊസറല്ല ചീസാണ്. ചീസ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കട്ട്ലറ്റ് ഒന്ന് ഉരുട്ടിയെടുക്കാം. എന്നിട്ടാണ് നമ്മൾ ചീസ് ആഡ് ചെയ്യുന്നത്. ഇങ്ങനൊരു ഊട്ട ഉണ്ടാക്കാം. എന്നിട്ട് ചീസ് എടുക്കുക. ചീസ് എന്ത് ചെയ്യുക? ഉള്ളിൽ വെക്കുക. എന്നിട്ട് നമുക്കിത് എന്ത് ചെയ്യാം? ഒന്ന് കവർ ചെയ്തെടുക്കാം. അപ്പൊ നമ്മളുടെ കട്ട്ലറ്റ് ഇങ്ങനെയാണ് കേട്ടോ ഉരുട്ടിയെടുക്കേണ്ടത്. ചീസ് ഇപ്പൊ ഇതിന്റെ ഉള്ളിലുണ്ട്. അപ്പൊ നമുക്ക് ഇതേപോലെ ഇനി ബാക്കിയെല്ലാം ചെയ്തെടുക്കാം. നല്ല ഭംഗിയിൽ ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഞാനിവിടെ. ഇപ്പൊ ഇവിടെ ഒരു മുട്ടയും പിന്നെ ബ്രെഡും പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട്ലറ്റ് മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് വേണം പൊരിക്കാൻ. ഇനി ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. അപ്പം നമ്മളുടെ കട്ട്ലറ്റ് നമ്മളിവിടെ കോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ടൈം ആവുമ്പോൾ പൊരിക്കാം. ഓക്കെ, ഉമ്മി അതിൻ്റെ ഇടയിൽ ഒരു വേറെ സ്പെഷ്യൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഇത് ഉണ്ടാക്കണത് നമ്മളുടെ ഉണ്ണിയപ്പച്ചട്ടിയിലാണ് കേട്ടോ. ഉഡായിപ്പ സുഖി എന്നാണ് കേട്ടോ ഇതിന്റെ പേര്. കട്ട്ലറ്റിന്റെ കൂടെ പിന്നെ വെള്ളയപ്പം ആണല്ലോ, അതുകൊണ്ട് പിന്നെ വെള്ളയപ്പം ചുട്ട്. ഒരു
പാനിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഓയിലാണ്, സൺഫ്ലവർ ഓയിലാണ്. ഇനി നമ്മൾ നോർമലി ഫ്രൈ ചെയ്യണ പോലെ ഒരു ബ്രൗൺ കളറൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യാം, തിരിച്ചിടാം. അതേപോലെ തന്നെ വീണ്ടും ചെയ്ത് നമുക്ക് നമ്മളുടെ കട്ട്ലറ്റ് ഫ്രൈ ചെയ്തെടുക്കാം. അധികം നേരം വെക്കേണ്ട കാര്യമല്ല, കാരണം ഇത് ഓൾറെഡി കുക്ക്ഡ് ആണല്ലോ ഉള്ളിലുള്ള ബാറ്ററൊക്കെ. അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പൊ നമ്മളുടെ കട്ട്ലറ്റ് ഇവിടെ റെഡി ആയിട്ടാണ്. നമുക്ക് ഇനി അത് പ്ലേറ്റിലോട്ട് മാറ്റാം. നമ്മളുടെ കട്ട്ലറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആൻഡ് ചീസി ആയിട്ട് അടിപൊളിയായിരുന്നു ഗൈസ് കഴിക്കാനായിട്ട്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെന്താ, എൻ്റെ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കമൻറ്റ് ബോക്സിൽ പറയുക അതെങ്ങനെ ഉണ്ടായി എന്നൊക്കെ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.